ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 25ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് അമ്പെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരുപാട് ശത്രുക്കളുടെ നേരെ നെഞ്ചും പിരിച്ച് ധൈര്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഷിയാത്തിയ രാജ്ഞിയാണ്. ജനറൽ മായും മറ്റുള്ള പട്ടാളക്കാരും അതെല്ലാം കണ്ട് ശരിക്കും ഞെട്ടിയിരുന്നു. അപ്പോഴേക്കും ശത്രുക്കൾ ഒരുപാട് അമ്പുകൾ ഷിയാത്തിയ രാജ്ഞിയുടെ നേരെ എയ്തിരുന്നു. എന്നാൽ നിഷ്പ്രയാസം തന്റെ കൾട്ടിവേഷൻ ഉപയോഗിച്ച് ഷിയാത്തിയ രാജ്ഞി ആ അമ്പുകളെ എല്ലാത്തിനെയും തടഞ്ഞു. അതുകണ്ട് എല്ലാവരും ഞെട്ടി. ജനറൽ മായുടെ പട്ടാളത്തിനാകട്ടെ ഒരുപാട് സന്തോഷമായി. അവർക്ക് ജയിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് കിട്ടിയതുപോലെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഉച്ചത്തിൽ അവർ ഇനി താങ്ക്സ് സ്റ്റേറ്റ് വിജയിക്കുമെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശത്രുപട്ടാളമാകട്ടെ അതിനുശേഷം പാഞ്ഞു വന്ന് ഷിയാത്തിയ രാജ്ഞിയെ ആക്രമിക്കാനൊരുങ്ങി. എന്നാൽ ഷിയാത്തിയ രാജ്ഞി തന്റെ ശക്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം അവരെ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചു. അപ്പോഴാണ് ഏത് തരം ടെക്നിക്കാണ് ഷിയാത്തിയ രാജ്ഞി പ്രയോഗിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയത്. അത് ഡീമോണിക് കൾട്ടിന്റെ ഒരു ടെക്നിക്കായിരുന്നു. ശത്രുക്കൾക്കും അത് മനസ്സിലായി. അത് കണ്ട അത്ഭുതത്തോടെ ജനറൽ മായുടെ കൂടെയുള്ള പട്ടാളക്കാരൻ പറയുകയാണ്, അത് ഡീമോണിക് കൾട്ടിന്റെ ടെക്നിക്കല്ലേ? ജനറൽ മാ അപ്പോൾ അത് മനസ്സിലാക്കി അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവൻ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം ഡീമോണിക് കൾട്ടിനെ സപ്പോർട്ട് ചെയ്താൽ അത് താങ്ക്സ് സ്റ്റേറ്റിന് തന്നെ ആപത്തായിരിക്കുമെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. എന്നാൽ അവന്റെ വായടപ്പിച്ച് ദേഷ്യത്തോടെ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ ജനറൽ മാ പറയുകയാണ്, ഷിയാത്തിയ രാജ്ഞി ഡീമോണിക് കൾട്ടിൽ നിന്നുള്ളതാണെങ്കിൽ നമ്മുടെ രാജാവ് അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. രാജാവ് അവരോട് ക്ഷമിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മാത്രം അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നത്? രാജ്ഞിയുടെ ഐഡന്റിറ്റി ആരോടും വെളിപ്പെടുത്തരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ജീവനോടെ തൊലിയുരിഞ്ഞു കൊല്ലുമെന്ന് പോലും ജനറൽ മാ പറഞ്ഞു. അപ്പോൾ അവൻ ജനറൽ മായിനെ അനുസരിക്കാൻ തയ്യാറായി. ഷിയാത്തിയ രാജ്ഞിയാകട്ടെ ശത്രുപട്ടാളത്തെ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ നേരെ ഒരു അറ്റാക്ക് വിടുന്നു. എന്നാൽ ആ വ്യക്തി വളരെ പവർഫുൾ ആയിരുന്നു. അയാൾ ഡിഫെൻഡ് ചെയ്തപ്പോൾ ആ ശക്തിയാൽ ഷിയാത്തിയ രാജ്ഞി തെറിച്ചു പോയി വീണു. എന്നാലും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് അവളുടെ സകല ശക്തികളും ഉപയോഗിച്ച് അവിടെ ചുറ്റിനുമുണ്ടായിരുന്ന മറ്റുള്ള പട്ടാളക്കാരെ വീണ്ടും ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ അപ്പോഴേക്കും വീണ്ടും ശത്രുക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി വീണ്ടും വന്ന് ഷിയാത്തിയ രാജ്ഞിയെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ വീണുപോയ ഷിയാത്തിയ രാജ്ഞിക്ക് നല്ല പരിക്ക് തന്നെ ഏറ്റു. അങ്ങനെ എന്തും വരട്ടെ എന്ന് കരുതി മരണത്തെ ഏറ്റുവാങ്ങാൻ ഷിയാത്തിയ രാജ്ഞി തയ്യാറായി. ആ വ്യക്തിയാകട്ടെ ഷിയാത്തിയ രാജ്ഞിയുടെ അടുത്ത് വന്ന് ഷിയാത്തിയ രാജ്ഞിയെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാനൊരുങ്ങി. എന്നാലും അപ്പോഴേക്കും ഒരു ശക്തി പാഞ്ഞു വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചു. അത് വേറെ ആരുമായിരുന്നില്ല, നിങ്കെ ആയിരുന്നു. ആ ശക്തിയാൽ തെറിച്ചു പോയി വീണ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ കാണിക്കുന്നില്ല. ഒരുപക്ഷെ പിന്നീട് ആ യുദ്ധത്തിൽ അവർ ജയിച്ചിട്ടുണ്ടാകാം. അത് നിങ്കയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനറൽ മായ്ക്കും എല്ലാ പട്ടാളക്കാർക്കും ഒരുപാട് സന്തോഷമായി. അവൻ ജീവനോടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും രാജാവിൻ്റെ കല്ലറയുടെ അടുത്ത് വന്ന് രാജാവിനെ വണങ്ങിയതിന് ശേഷം നിങ്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ജനറൽ മായിനോട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ അവസ്ഥ ഇത്രയും രൂക്ഷമായിട്ടും അവർ അവിടെ തന്നെ നിൽക്കുന്നതെന്നുള്ള കാരണം ജനറൽ മാ പറഞ്ഞു കൊടുത്തു. അതിന് കാരണം ലിയു രാജ്ഞിയും സഹോദരനുമാണെന്ന് നിങ്കെ മനസ്സിലാക്കി. നിങ്കെ അപ്പോൾ അവരോട് നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു. ജനറൽ മായടക്കം വേസിറ്റിയിലുള്ള എല്ലാവരോടും അവൻ്റെ കൂടെ വരുവാനാണ് നിങ്കെ ആവശ്യപ്പെട്ടത്. ജനറൽ മാക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഷിയാത്തിയ രാജ്ഞിയും അതുതന്നെയാണ് ശരി എന്ന് പറഞ്ഞു. സ്റ്റേറ്റിലെ ആളുകൾ ജീവനോടെ ഉണ്ടെങ്കിലേ സ്റ്റേറ്റ് നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഷിയാത്തിയ രാജ്ഞി പറയുന്നത്. ജനറൽ മാ അപ്പോൾ നിങ്കയോട് എന്തോ പറയാൻ വന്നതാണ്. എന്നാൽ നിങ്ക അപ്പോഴേക്കും പോയിരുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ജനറൽ മാ ആ ഒരു ഉത്തരവാദിത്വമെല്ലാം മറ്റൊരു പട്ടാളക്കാരനെ ഏൽപ്പിക്കുന്നതാണ്. മുമ്പത്തെ രാജാവിൻ്റെ രാജകൽപ്പനയും അവൻ്റെ കൂടെ കൊടുത്തു വിടുന്നുണ്ട്. ആ വസ്തുവും അതേപോലെ തന്നെ ഷിയാത്തിയ രാജ്ഞിയെയും മകനെയും സുരക്ഷിതമായി താങ്ക്സ് സ്റ്റേറ്റിൽ എത്തിക്കണമെന്നും ആ വ്യക്തിയോട് പറയുന്നു. ആ വ്യക്തി അപ്പോൾ അതിശയത്തോടെ എന്തുകൊണ്ടാണ് നിങ്ങളും വരാത്തതെന്ന് ജനറൽ മായിനോട് ചോദിക്കുമെങ്കിലും ജനറൽ മാ അവനെ ശകാരിച്ച് പുറത്തേക്ക് വിട്ടു. ആ പട്ടാളക്കാരൻ പോയ ഉടനെ തന്നെ നിങ്കെ അങ്ങോട്ട് വരുന്നു. നിങ്കെ അവിടെ വന്നതിന് ശേഷം എന്തോ ഒരു പ്രത്യേക തരം അറ്റാച്ച്മെൻ്റ് ഉള്ളതുപോലെ ആ സ്ഥലമാകെ ഒന്ന് നിരീക്ഷിക്കുന്നു. അതിനുശേഷം ജനറൽ മായിനോട് പറയുകയാണ്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വേസിറ്റിയാണ്. ജനറൽ മാ അപ്പോൾ അവനെ കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുകയാണ്, നീ എന്താണ് ഓൾഡ് ലൈഫ് നയിക്കാൻ പോവുകയാണോ? അങ്ങനെ അവനെ കളിയാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. എന്നാൽ നിങ്കെ പറയുകയാണ്, നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകണം, നമുക്ക് ഒട്ടും സമയമില്ല. എന്നാൽ ജനറൽ മാ പറയുകയാണ്, അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം കഴിക്കുക എന്നതുള്ളത്. അപ്പോൾ നിങ്കയും വേറെ നിവൃത്തിയില്ലാതെ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നു.
ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ജനറൽ മാ പറയുകയാണ്, 3 മാസത്തിനുള്ളിൽ ഞാൻ റിട്ടയർ ആകും. പക്ഷേ എനിക്ക് വെയ്സിറ്റി വിട്ടു പോകാനാകില്ല. കാരണം ഇവിടെ എനിക്കൊരു ലവർ ഉണ്ട്. എന്നാൽ നിങ്കയ്ക്ക് കാര്യം മനസ്സിലായി. നിങ്ക പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാൻ താല്പര്യമുണ്ടാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഗോൾഡൻ ഹോർഡയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആർമിയെ ചെറുത്ത് നിൽക്കാനാകില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് യൂസ്ലെസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. എന്നാൽ നിങ്ക എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ജനറൽ മാ പറയുകയാണ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്കയ്ക്ക് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യമായി. നിങ്ക പറയുകയാണ്, എങ്കിൽ ശരി, നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും ഇവിടെ. എന്നാൽ പെട്ടെന്ന് ദേഷ്യത്തോടെ നിങ്ക പറയുകയാണ്, രാജാവും ഫൂസിയും സാങ്സാങ്ങും ഒക്കെ പറഞ്ഞാൽ കേൾക്കും. ഞാൻ പറഞ്ഞാൽ മാത്രം നീ കേൾക്കില്ലല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാജാവിൻ്റെ ഉത്തരവ് താങ് സ്റ്റേറ്റിൽ എത്തിക്കാൻ രാജാവ് നിയോഗിച്ചത് നിങ്ങളെയാണ്. അടുത്ത രാജാവിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒറിജിനൽ രാജകൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. ഉടനെ തന്നെ ജനറൽ മാ പറയുകയാണ്, അത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ആ രാജകൽപ്പന താങ് സ്റ്റേറ്റിൽ എത്തിക്കേണ്ടത് ഇനി നിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നിങ്കയെ അത് ഏൽപ്പിക്കുകയാണ്. നേരത്തെ മറ്റൊരു പട്ടാളക്കാരനെ ഏൽപ്പിച്ചത് മറ്റൊരു രാജശാസനമാണെന്നാണ് തോന്നുന്നത്. എന്നാൽ നിങ്ക അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജനറൽ മാ അപ്പോൾ പറയുകയാണ്, നീ പണ്ടത്തെ ഇവിടുത്തെ സാധാരണ വ്യക്തിയല്ല. നീ ഇപ്പോൾ താങ് സ്റ്റേറ്റിൻ്റെ ഗാർഡിയനാണ്. താങ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. നിനക്ക് മാത്രമേ താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കാനാവുകയുള്ളൂ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അത് വാങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവസാനം ജനറൽ മാ നിർബന്ധിച്ച് അവനത് കൊടുത്തിട്ട് പറയുകയാണ്, എനിക്കറിയാം ഇത് വളരെ ഡിഫിക്കൽട്ടാണെന്ന്, പക്ഷേ നമ്മൾ ഇതിലൂടെ കടന്നു പോകണം. ഇതല്ലാതെ വേറെ വഴികളൊന്നും നമ്മുടെ മുമ്പിലില്ല. വെറുതെ എന്നെ അപമാനത്തിന് നീ വിട്ടുകൊടുക്കരുത്. ഇത് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ നാണക്കേട് എനിക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിങ്ക അവിടുന്ന് പറഞ്ഞു വിടുന്നു. നിങ്കയും ദേഷ്യത്തോടെയാണ് അവിടുന്ന് പോകുന്നതെങ്കിലും നിങ്കയ്ക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ജനറൽ മാ എന്തായാലും മരിക്കുമെന്ന് നിങ്കയ്ക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ കാണിക്കുന്നത് പോകാനൊരുങ്ങുന്ന ഷിയാത്തിയ രാജ്ഞിയെയും മകനെയും നിങ്കയുമാണ്. ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ നിങ്കയെ വണങ്ങി കഴിയുമ്പോൾ നിങ്ക അവനോട് ചോദിക്കുകയാണ്, നിന്റെ ഫാദറിനെ പോലെ നിനക്കൊരു രാജാവാകണോ? അവൻ അതെ എന്ന് പറയുമ്പോൾ നിങ്ക പറയുകയാണ്, നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് തന്നെ കിട്ടും. ക്രമേണ അത് നിന്റെ കരങ്ങളിൽ തന്നെ വന്നു ചേരും. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ ചോദിക്കുകയാണ്, ഇത് അക്കാദമിയുടെ വാക്കാണോ? നിങ്ക പറയുകയാണ്, ഇല്ല, ഇത് എൻ്റെ വാക്കാണ്. പക്ഷേ അക്കാദമി കൊടുക്കുന്ന വാക്കിന് ഈക്വലാണിത്. ഷിയാത്തിയ രാജ്ഞിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. മുമ്പത്തെ രാജാവും നിന്നെ വിശ്വസിച്ചിരുന്നല്ലോ ഒരുപാട്. അതുകൊണ്ട് എനിക്കും നിന്നെ നല്ല വിശ്വാസമാണെന്ന് പറയുമ്പോൾ നിങ്കയ്ക്ക് സന്തോഷമാകുന്നു. പിന്നെ താങ് സാമ്രാജ്യത്തിൻ്റെ മാപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ഫാദറിനോട് എന്ന പോലെ സംസാരിക്കുന്ന ലിയു രാജ്ഞിയെ കാണിക്കുന്നു. വളരെ വിഷമത്തോടെയാണ് ലിയു രാജ്ഞി സംസാരിക്കുന്നത്. ഫാദർ എന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ വേഗത്തോടും കൃത്യമായും ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തു തീർത്തു. ഒരിക്കൽ പോലും ഞാൻ ലേസി ആയിരുന്നില്ല. എന്നിട്ടും ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കാത്തത്? ഇനി അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാനാകും? പിന്നെ വീണ്ടും നിങ്കയും ഷിയാത്തിയ രാജ്ഞിയും ഒക്കെ കാണിക്കുന്നു. നിങ്ക ജനറൽ മായിനോട് പറയുകയാണ്, രാജാവിൻ്റെ ഡെഡ് ബോഡിയും നമ്മുടെ കൂടെ കൊണ്ടുപോകാനാകില്ല. അത് നമ്മുടെ യാത്ര ഡിലേ ആക്കും. അത് ശരിയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ജനറൽ മാ ഷിയാത്തിയ രാജ്ഞിയുടെ അഭിപ്രായം ചോദിക്കുന്നു. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, രാജാവിനെ അങ്ങോട്ട് കൊണ്ടുപോയേ മതിയാകൂ. എന്നാൽ നിങ്ക ഷിയാത്തിയ രാജ്ഞിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ രാജാവിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടാനുള്ള എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നമുക്ക് രാജാവിൻ്റെ ഡെഡ് ബോഡിയും കൂടെ കൊണ്ടുപോകാം. ജനറൽ മാ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, അങ്ങനെ എന്ത് വഴിയാണുള്ളത്? അപ്പോൾ ഷിയാത്തിയ രാജ്ഞി തന്നെ പറയുകയാണ്, രാജാവിൻ്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കുക. ഞെട്ടിപ്പോകുന്ന ജനറൽ മാ അപ്പോൾ ഞെട്ടലോടെ പറയുന്നുണ്ട്, തനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ. അതുകൂടാതെ രാജാവ് മരിച്ചത് നമുക്കും താങ് സ്റ്റേറ്റിനും വേണ്ടിയാണ്. അതുകൊണ്ട് രാജാവിനെ ദഹിപ്പിക്കുന്നത് ഉചിതമല്ല എന്നൊക്കെ ജനറൽ മാ പറയുമ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, എനിക്ക് രാജാവിനെ നല്ലവണ്ണം അറിയാം. ഇത്തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒന്നും രാജാവിന് ഒന്നുമല്ല. രാജാവ് അതൊന്നും കെയർ ചെയ്യുകയില്ല. നിങ്കയും അത് ശരിവെക്കുന്നു. പിന്നെ രാജാവിൻ്റെ ഡെഡ് ബോഡി കത്തിക്കാൻ പോകുന്നതായി കാണിക്കുന്നു. ഷിയാത്തിയ രാജ്ഞി രാജാവിൻ്റെ ഡെഡ് ബോഡി കത്തിക്കുന്നതിന് മുമ്പ് ജനറൽ മാ വലിയ വിളംബരം ഒക്കെ മുഴക്കി രാജാവ് മരിച്ചു എന്ന് ഉച്ചത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഷിയാത്തിയ രാജ്ഞി രാജാവിൻ്റെ ഡെഡ് ബോഡി കത്തിച്ചു. എല്ലാവരും നല്ല വിഷമത്തോടെ തന്നെയാണ് അതെല്ലാം കണ്ടു നിന്നത്. പട്ടാളക്കാരെല്ലാവരും അവിടെ റെസ്പെക്റ്റോടെ നിന്നു. ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ നല്ല കരച്ചിലാണ്. നിങ്കയുടെ മനസ്സിലോട്ടാകട്ടെ രാജാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുന്നു. പിന്നെ ആ ഭസ്മം ഒരു പെട്ടിയിലാക്കി താങ് സ്റ്റേറ്റിനെ ലക്ഷ്യം വെച്ച് അവർ യാത്ര തുടരുന്നു.
ഇപ്രാവശ്യം ജനറൽ മായിനെ വിട്ടുപിരിയുന്ന സമയത്ത് നിങ്കയ്ക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. എപ്പോഴും ജനറൽ മായിനോട് പിരിയുമ്പോൾ പറയാറുള്ള ഡയലോഗ് നല്ല വിഷമത്തോടെയാണ് ഇപ്രാവശ്യം നിങ്ക പറയുന്നത്. വയസ്സാകരുത്, ഞാൻ വരുന്നതിന് മുമ്പേ മരിക്കരുത്, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ജനറൽ മായും മുകളിൽ നിന്ന് കൈ വീശി കാണിക്കുന്നു. അതേപോലെ ജനറൽ മാ അവന് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നത് പോലെയും അവന് തോന്നുന്നു. അവൻ വരുന്നത് വരെയും മരിക്കില്ല എന്ന് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നത് പോലെ തോന്നുന്നു. അവർ ദൂരെ എത്തുന്നതുവരെയും ജനറൽ മാ സന്തോഷത്തോടെ വിളംബരം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ദൂരെ എത്തിക്കഴിയുമ്പോൾ ജനറൽ മായുടെ ഉള്ളിൽ ചെറിയ വിഷമമുണ്ട്. നിങ്കയുടെ ഉള്ളിലും നല്ല വിഷമമുണ്ട്. നിങ്ക ആലോചിക്കുകയാണ്, എല്ലാ പട്ടാളക്കാരെയും ഞാൻ എൻ്റെ കൂടെ കൂട്ടി ജനറൽ മായിനെ ബേസ് സിറ്റിയിൽ ഒറ്റയ്ക്ക് അവശേഷിപ്പിച്ചു. അതിനുശേഷം ജനറൽ മായുടെ ദൃഷ്ടിയിൽ നിന്ന് അവർ മറഞ്ഞതിന് ശേഷം ഒരു പാട്ട് പാടി ജനറൽ മാ ഒന്ന് കരയുന്നുണ്ട്. ശേഷം ബേസ് സിറ്റിയുടെ കോട്ടയുടെ കവാടമൊക്കെ അടച്ച് അയാൾ അകത്തേക്ക് കയറുന്നു. പിന്നെ ബേസ് സിറ്റിയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി മുന്നേറി വന്നുകൊണ്ടിരിക്കുന്ന ലോങ്കിൻ രാജകുമാരനെയും അവൻ്റെ ആളുകളെയും കാണിക്കുന്നു. വന്ന വഴിക്ക് കണ്ട താങ് സ്റ്റേറ്റിലെ ആളുകളെയും താങ് സ്റ്റേറ്റിൻ്റെ ഗ്രാമങ്ങളെയും എല്ലാം അവർ തീ വെച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി. അവർ ബേസ് സിറ്റിയെ ലക്ഷ്യം വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബേസ് സിറ്റിയിൽ ജനറൽ മാ ഒറ്റയ്ക്ക് അവരെ എല്ലാവരെയും നേരിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. കുന്തങ്ങളും മറ്റുള്ള ആയുധങ്ങളും അവരെ ട്രാപ്പിൽ വീഴ്ത്താനുള്ള കാര്യങ്ങളുമൊക്കെ റെഡി ആയിട്ട് അവൻ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ജനറൽ മാ തൊട്ടടിയിൽ നിന്ന് എന്തൊക്കെയോ അനക്കം കേൾക്കുന്നത്. ഉടനെ തന്നെ ഒരു കുന്തവും എടുത്തുകൊണ്ട് ജനറൽ മാ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ ആ ആയുധം യൂസ് ചെയ്യുന്നതിന് മുമ്പേ അത് ശത്രുവല്ല എന്ന് മനസ്സിലാക്കി. അത് ബേസ് സിറ്റിയിലെ തന്നെ കുറച്ച് പട്ടാളക്കാരും അവിടുത്തെ ജനങ്ങളും അതേപോലെ തന്നെ ജനറൽ മാ ഒരു ഉത്തരവാദിത്വവുമായി നേരത്തെ വിട്ട പട്ടാളക്കാരനുമായിരുന്നു. പെട്ടെന്ന് ജനറൽ മാ ആക്രമിക്കാൻ വന്നപ്പോൾ അവരൊന്ന് ഞെട്ടിയതാണ്. അവരാണെന്ന് കണ്ടപ്പോൾ ജനറൽ മാ അല്പം ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് തിരികെ വന്നത്? ആ പട്ടാളക്കാരന് അതിന് ഒന്നും പറയാൻ തന്നെ സാധിച്ചില്ല. ജനറൽ മാ അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നില്ലേ? ആ പട്ടാളക്കാരൻ പറയുകയാണ്, ആ രാജകൽപ്പന എൻ്റെ സഹോദരൻ്റെ കരങ്ങളിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി, താങ് സ്റ്റേറ്റിൽ അത് അവൻ കൊണ്ടുപോയി കൊടുത്തോളും. അത് കേട്ടപ്പോൾ ജനറൽ മായ്ക്ക് അല്പം ആശ്വാസമായി. അപ്പോഴാണ് ആ പട്ടാളക്കാരൻ്റെ കൂടെ വന്ന അവിടെയുള്ള ജനങ്ങളെയും മറ്റുള്ള പട്ടാളക്കാരെയും ജനറൽ മാ കാണുന്നത്. കയ്യിൽ കിട്ടിയ ആയുധമൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷമത്തോടെ ജനറൽ മാ അവരോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ കൂടെ പോകാതിരുന്നത്? നിങ്ങൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവരുടെ കൂടെ പോകണമായിരുന്നു. എന്നാൽ അപ്പോൾ ഒറ്റ സ്വരത്തിൽ അവരെല്ലാവരും പറയുകയാണ്, ഇല്ല, ഞങ്ങൾ ബേസ് സിറ്റി വിട്ടു പോകില്ല, ബേസ് സിറ്റിയാണ് ഞങ്ങളുടെ വീട്. ജനറൽ മായുടെ കൂടെ ഒരുമിച്ച് ശത്രുക്കൾക്കെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ജനറൽ മായുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കും. എല്ലാവരും ഒരേ സ്വരത്തിൽ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ജനറൽ മാ പറയുകയാണ്, എങ്കിൽ ശരി, നമുക്ക് യുദ്ധത്തിന് പ്രിപ്പയർ ആകാം. നിങ്ങളെപ്പോലെയുള്ള പൗരന്മാരുള്ളത് കൊണ്ട് തന്നെ താങ് സ്റ്റേറ്റ് ഒരിക്കലും നശിക്കില്ല. അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ജനറൽ മാ അതിനെ സമ്മതിച്ചത്. പിന്നെ കുറേ നേരങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവിടെ ജനറൽ മായുടെ ആളുകളും ശത്രുക്കളും തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്. ആ യുദ്ധം കാണിക്കുന്നില്ല, പക്ഷേ യുദ്ധത്തിൻ്റെ അനന്തരഫലം കാണിക്കുന്നുണ്ട്. ജനറൽ മായ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്, പക്ഷെ ഉടനെ തന്നെ അയാൾ മരിക്കും. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. വെട്ടേറ്റും അമ്പെയ്ത്ത് കൊണ്ടുമായി എല്ലാവരും മരിച്ചു കിടക്കുന്നു. അവിടെ നിന്ന് പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലൂടെ കുന്തം തറച്ചു കയറിയ അവസ്ഥയിലാണ് ജനറൽ മാ. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും നിൽക്കുകയാണ്. നിന്ന് താളം പിടിക്കുകയാണ് അയാൾ കാലുകൊണ്ട്. അയാളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നതായി കാണിക്കുന്നു. പക്ഷേ അയാൾ മരിച്ചു വീഴുന്നതായി കാണിക്കുന്നില്ല എങ്കിലും അയാൾ ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ടാകും. കുന്തം ഹൃദയത്തിൻ്റെ ഉള്ളിലൂടെയല്ലേ തറച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏതോ ഒരു മിനിസ്റ്റർ തന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിലായിരിക്കുന്ന ലിയുരാജ്ഞിയുടെ സഹോദരനെ കാണിക്കുന്നു. തന്നെക്കുറിച്ച് ആ വ്യക്തി അപവാദം പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഷിയാത്തിയ രാജ്ഞിയും മകനും എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്നൊക്കെയാണ് കാരണങ്ങൾ. ചെറിയൊരു കാര്യത്തിനാണ് അത്രയും ദേഷ്യം. അതുകൂടാതെ ഷിയാത്തിയ രാജ്ഞിയും മകനും ഒക്കെ ഒരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ല എന്നൊക്കെയും പറയുന്നു. അവൻ്റെ കൂടെ കുറച്ച് സേവകരുമുണ്ട്. കുറച്ച് സേവകർ അപ്പോൾ അവന് ചായയും കൊണ്ടുവന്ന് കൊടുക്കുന്നു. കുറച്ച് സേവകർ മെമ്മോറിയൽസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ തനിക്ക് അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ വായിച്ചോളാൻ എന്നൊക്കെ അവരോട് പറയുന്നു. ചായ കുടിച്ചു കഴിയുമ്പോൾ ദേഷ്യത്തോടെ അത് ഇഷ്ടപ്പെടാതെ പാത്രം വലിച്ചെറിയുന്നു. അതുകൂടാതെ ആരാണ് ആ ചായ ഇട്ടതെന്ന് ദേഷ്യത്തോട് ചോദിക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാരണം ചൂട് മൂലം അവൻ്റെ നാക്ക് പൊള്ളിയെന്നാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർ ചെയ്യുന്നതെന്നും അവർക്ക് ജീവനിൽ കൊതിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കൊല്ലാനും അവൻ പോകുന്നു. ആ ചായ ഇട്ടത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ദയ കാണിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ അത്രയ്ക്ക് ദയുള്ളവനൊന്നുമല്ല. പറയൂ, ഈ ചായ ഇട്ടത് ആരാണ്? എന്നാൽ അതിനുത്തരം പറയാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. അവരെല്ലാവരും നന്നേ പേടിച്ചു പോയിരുന്നു. പേടിച്ച് കുമ്പിട്ട് നിൽക്കുകയാണ് അവരെല്ലാവരും.
ആരാണ് ആ ചായ ഇട്ടതെന്ന് പറയാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗരക്ഷകനെ വിളിച്ച് ആ സേവകരെ എല്ലാവരെയും ശിരച്ഛേദനം ചെയ്യാൻ ഉത്തരവിടുന്നു. അത് കേട്ട് ആ അംഗരക്ഷകൻ ഞെട്ടുകയാണ്. തന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് ആ അംഗരക്ഷകൻ പറയുന്നു. അതുകൂടി കേട്ട് കഴിയുമ്പോൾ കൂടുതൽ ദേഷ്യമാകുന്ന ലിയുരാജ്ഞിയുടെ സഹോദരൻ ആ അംഗരക്ഷകനോട് നീ പൊട്ടനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടുത്ത് വിളിച്ചു വരുത്തി അവൻ്റെ വാളെടുത്തുകൊണ്ട് സേവകന്മാരെല്ലാവരോടും വീണ്ടും ചോദിക്കുകയാണ് ആരാണ് ആ ചായ ഇട്ടതെന്ന്. അപ്പോഴും ആരും തന്നെ ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല. പേടി മൂലമാണ് അവരാരും ഉത്തരമൊന്നും പറയാത്തത്. അപ്പോൾ ആ അംഗരക്ഷകനോട് വീണ്ടും അവരെ എല്ലാവരെയും തല വെട്ടിക്കൊല്ലുവാൻ ഉത്തരവിടുന്നു. അപ്പോഴും ആ അംഗരക്ഷകൻ അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഉടനെ തന്നെ സേവകരിൽ ഒരുവൻ കുറ്റം സമ്മതിക്കുന്നു, താനാണ് ആ ചായ ഇട്ടതെന്ന്. പേടിച്ച് വിറച്ചാണ് താനാണ് അത് ചെയ്തതെന്ന് ആ സേവകൻ പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ് അവസാനം നീ ധൈര്യപൂർവ്വം അത് പറഞ്ഞുവല്ലേ. കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന അംഗരക്ഷകൻ്റെ വയറ്റിലേക്ക് വാള് കുത്തി കയറ്റുകയാണ് ലിയുരാജ്ഞിയുടെ സഹോദരൻ. എന്തുകൊണ്ടാണ് അംഗരക്ഷകൻ്റെ വയറ്റിലേക്ക് വാള് കുത്തി കയറ്റിയതെന്ന് അറിയില്ല. പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തൊക്കെ വന്നാലും ഒരു റീസണും ഇല്ലാതെയാണ് ആ അംഗരക്ഷകനെ കൊന്നത്. എന്നാൽ ആദ്യം പെട്ടെന്ന് അറിയാതെ അങ്ങനെ ചെയ്തു പോയത് കൊണ്ട് ലിയുരാജ്ഞിയുടെ സഹോദരനൊന്ന് ഞെട്ടുമെങ്കിലും വീണ്ടും ധൈര്യം സംഭരിക്കുന്നു. എങ്കിലും പേടിച്ച് അവൻ വാള് നിലത്തിടുന്ന സമയത്ത് മറ്റുള്ള സേവകരെല്ലാവരും ഒരുപാട് പേടിച്ച് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞപേക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ഉള്ളിലുള്ള ശബ്ദകോലാഹലങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കാം പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള വ്യക്തി അങ്ങോട്ട് വരുന്നു. ആ സേവകന്മാരോട് അപ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ് എന്നെ ധിക്കരിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. എന്നാൽ ആ പട്ടാളക്കാരുടെ തലവൻ അപ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരനെ ചോദ്യം ചെയ്യുകയാണ്. എന്ത് കുറ്റമാണ് അവൻ ചെയ്തതെന്ന് ചോദിക്കുന്നു. ലിയുരാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ ദേഷ്യത്തോടെ ആ പട്ടാളക്കാരുടെ തലവനോട് ചോദിക്കുകയാണ് നീ എന്നെ ചോദ്യം ചെയ്യുകയാണോ. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ തൻ്റെ ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് ആ പട്ടാളക്കാരുടെ തലവൻ നിൽക്കുന്നു. ലിയുരാജ്ഞിയുടെ സഹോദരനാകട്ടെ ആ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. തെളിവൊന്നും അവശേഷിപ്പിക്കരുത് എന്നും ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ലിയുരാജ്ഞിയുടെ സഹോദരൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യമാകുന്ന പട്ടാളക്കാരുടെ ആ തലവൻ ലിയുരാജ്ഞിയുടെ സഹോദരൻ്റെ പുറകെ തന്നെ പോകുന്നു. കുറച്ച് മുന്നോട്ട് പോയി ലിയുരാജ്ഞിയുടെ സഹോദരൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ അവൻ്റെ പുറകിൽ നിന്ന് പട്ടാളക്കാരുടെ തലവൻ ചോദിക്കുകയാണ് പാവപ്പെട്ടവരെ പറ്റിക്കാം, അവരെ എന്തെങ്കിലും ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്ന ധൈര്യത്തിലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അയാളെ കണ്ടു കഴിയുമ്പോൾ ലിയുരാജ്ഞിയുടെ സഹോദരൻ ഒന്ന് പേടിക്കുമെങ്കിലും ധൈര്യം സംഭരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ, ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തു തീർത്തോ. ആ പട്ടാളത്തലവൻ അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുകയാണ് ഞാനല്ലാതെ ഇത് ചോദിക്കേണ്ടത് വേറെ ആരാണ്. ഇന്ന് നിന്നെ ഞാൻ കൊന്നുകൊണ്ട് താങ് സ്റ്റേറ്റിനെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ പോവുകയാണ്. അത് കേട്ട് ലിയുരാജ്ഞിയുടെ സഹോദരൻ പേടിച്ച് മാറിക്കൊണ്ട് പറയുകയാണ് നിനക്കെന്നെ കൊല്ലുവാൻ സാധിക്കില്ല, ഇവിടെ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ നിന്നെ കൊല്ലുവാൻ ഈ ചെറിയൊരു വാള് മാത്രം മതിയെന്ന് പറഞ്ഞ് അവൻ്റെ നേരെ വാള് വീശുകയാണ് ആ പട്ടാളത്തലവൻ. എന്നാൽ പെട്ടെന്ന് ഒരു ഫോർമേഷൻ അവിടെ പ്രത്യക്ഷമായി അത് തടുക്കുന്നു. ആ ഒരു ശക്തിയാൽ ആ പട്ടാളത്തലവൻ തെറിച്ചു പോയി വീഴുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, മിങ്ചി ആയിരുന്നു. മിങ്ചി അവിടെ എത്തി പറയുകയാണ് നീ ഡീമോണിക് കൾട്ടിൻ്റെ ടെക്നിക്കാണല്ലോ പ്രയോഗിക്കുന്നത്, വർഷങ്ങളായിട്ട് നീ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നല്ലേ. അവസരം മുതലെടുത്തുകൊണ്ട് മിങ്ചിയുടെ മറവിൽ ഒളിച്ചുകൊണ്ട് ലിയുരാജ്ഞിയുടെ സഹോദരൻ അപ്പോൾ പറയുകയാണ് ഇവൻ ഷിയാത്തിയ രാജ്ഞിയുടെ അനുഗാമിയാണ്. ആ പട്ടാളത്തലവൻ അപ്പോൾ മിങ്ചിയോട് പറയുകയാണ് നിന്റെ ഫോർമേഷൻ ഒക്കെ കൊള്ളാം, പക്ഷേ നീ എനിക്ക് ഇപ്പോഴും മാച്ചല്ല, ഇതുകൊണ്ടൊന്നും എന്നെ നിനക്ക് ഒന്നും ചെയ്യാനാകില്ല. മിങ്ചി അപ്പോൾ പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ്, നീ എനിക്ക് മാച്ചല്ല, നിന്നെക്കാളും മുകളിലാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് മറ്റൊരു കില്ലിംഗ് ഫോർമേഷൻ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ് മിങ്ചി. അത് അവിടെ ഉണ്ടായിരുന്ന വലിയ സ്റ്റാച്യുവിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അത് കണ്ട് ആ പട്ടാളത്തലവൻ ഞെട്ടി വേഗം ചെന്ന് മിങ്ചിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ മിങ്ചിയുടെ ആ ഫോർമേഷൻ കൊണ്ടുള്ള അറ്റാക്കിൽ വീണ്ടും അയാൾ തെറിച്ചുപോയി വീഴുകയാണ്. ഇപ്രാവശ്യം തെറിച്ചു വീണ സ്ഥലത്ത് നിന്ന് അയാൾക്ക് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. ആ ഫോർമേഷൻ്റെ ശക്തി അയാളെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നു. അതിശയത്തോടെ ആ പട്ടാളത്തലവൻ ചോദിക്കുകയാണ് ഈ കില്ലിംഗ് ഫോർമേഷൻ നീ എങ്ങനെ പഠിച്ചു. താങ് സ്റ്റേറ്റിലെ രാജാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയതാണിത്. അതിനുശേഷം ആ പട്ടാളക്കാരുടെ തലവൻ ഒരു വിധത്തിൽ ആ വാളും എടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മിങ്ചിയുടെ പവർഫുൾ ആയിട്ടുള്ള ആ ഫോർമേഷൻ്റെ മുമ്പിൽ പതുക്കെ അനങ്ങുവാൻ മാത്രമേ ആ പട്ടാളക്കാരുടെ തലവന് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. മരിക്കുന്നതിന് മുമ്പ് ലിയുരാജ്ഞിയുടെ സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു താങ് സ്റ്റേറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ വിഡ്ഢിയായിട്ടുള്ള രാജാവെന്ന്. ലിയുരാജ്ഞിയുടെ സഹോദരനാകട്ടെ അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി മിങ്ചിയോട് എന്ന പോലെ പറയുകയാണ് അവൻ എന്നെ ശകാരിക്കാൻ വന്നിരിക്കുന്നു, അവന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടി. അതിനുശേഷം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ മിങ്ചിയുമായി വന്നിട്ട് ലിയുരാജ്ഞിയുടെ സഹോദരൻ പറയുകയാണ് ഇവിടെ ഷിയാത്തിയ രാജ്ഞിക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് അനുയായികൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവൻ മരണശിക്ഷ അർഹിക്കുന്നവൻ തന്നെ. മിങ്ചി ഈ അവസരം മുതലെടുത്തുകൊണ്ട് ലിയുരാജ്ഞിയുടെ സഹോദരനോട് പറയുകയാണ് അവരാരുമല്ല നിന്റെ യഥാർത്ഥ ശത്രുക്കൾ, നിന്റെ സഹോദരി തന്നെയാണ് യഥാർത്ഥ ശത്രു, അവളാണ് അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്.
അത് വിശ്വസിച്ച് ആ മണ്ടനാകട്ടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ അങ്കിളും ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് രാജാവിൻ്റെ സഹോദരൻ. പക്ഷേ എൻ്റെ സഹോദരിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവളിവിടെ വളരെ പവർഫുള്ളാണ്, നല്ല ഇൻഫ്ലുവൻസ് ആണ് അവൾക്കിവിടെ ഉള്ളത്. എങ്ങനെയാണ് എൻ്റെ രാജ്യാധികാരം തിരിച്ചു പിടിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. മിങ്ചി പറയുകയാണ്, നീ അത് തിരിച്ചു പിടിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നീ ശരിക്കും ഉന്നതങ്ങളിൽ നിന്ന് വീണ് ചാകുന്നവനെ പോലെയാകും. പലപ്പോഴും നീ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടാണ് നിൻ്റെ മേൽ നിൻ്റെ സഹോദരിക്ക് ഇത്രയും അധികാരം. ഇനിയും നിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ നിൻ്റെ സഹോദരി നീ അനുവദിക്കരുത്. അത് വിശ്വസിച്ച് ലീ രാജ്ഞിയുടെ സഹോദരൻ അവിടെ നിന്ന് പോകുന്നു. മിങ്ചിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല സന്തോഷം. പിന്നെ ഇക്കാര്യങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനോട് ലീ രാജ്ഞി അറിയുന്നതായും കാണിക്കുന്നു. പക്ഷേ ആ പട്ടാളക്കാരൻ്റെ തലവൻ്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല, അവൻ മിസ്സിംഗ് ആണെന്ന് മാത്രമേ ലീ രാജ്ഞിക്ക് അറിവ് കിട്ടിയുള്ളൂ. ആ കാര്യം ലീ രാജ്ഞി തൻ്റെ സഹോദരൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് ചോദിക്കുന്നതായി കാണിക്കുന്നു. അതായത് ആ ജനറൽ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ചോദിക്കുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.